നടൻ ശ്രീനിവാസൻ ഒരിക്കൽ അദ്ദേഹം എഴുതിയൊരു തിരക്കഥയെക്കുറിച്ച് പറഞ്ഞത് അത് ഞാൻ മോഷ്ടിച്ചതാണെന്നാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും, അതായത് സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്നും മോഷ്ടിച്ച ഒരു കഥയാണെന്നാണ് പറഞ്ഞത്. ആ ഒരു സിനിമയെക്കുറിച്ചും ആ ഒരു സിനിമയുടെ പിന്നിൽ നടന്ന കുറച്ച് രസകരമായിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നടൻ എന്ന രീതിയിലും തിരക്കഥാകൃത്ത് എന്ന രീതിയിലൊക്കെ ഒരുപാട് അംഗീകാരങ്ങളും ഒരു ജനപ്രീതിയൊക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രണ്ട് സിനിമകൾ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ. ഒന്ന് 1989 വടക്ക് നോക്കിയ നിറം, പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം 98 ചിന്താവിഷ്ടേശാനുള്ള. വടക്ക് നോക്കിയ നിറം നമുക്കറിയാം, അത് നമ്മൾ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഒരുപാട് ഹ്യൂമർ ഉണ്ട്, അന്ന് അതേപോലെ വളരെ ഡീപ്പായിട്ടുള്ള കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും കൂടിയാണ്. അതിന് അവാർഡുകൾ വരെ കിട്ടിയിട്ടുണ്ട്. അന്ന് കുറേ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വേറെ സ്ഥിരം അവാർഡ് സിനിമകൾ ചെയ്യുന്ന കുറേ സംവിധായകരുടെ സിനിമകളെയൊക്കെ തഴഞ്ഞിട്ടാണ് ശ്രീനിവാസൻ്റെ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് കുറേ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം കുറേ കാലം കഴിഞ്ഞിട്ടാണ്, ഏകദേശം ഒരു 9 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ചിന്താവിഷ്ടയായിട്ട് ശ്യാമള എന്ന് പറയുന്ന ആ ഒരു സിനിമയിലേക്ക് ലാൻഡ് ചെയ്യണത്. അപ്പോൾ അദ്ദേഹത്തിനോട് എന്തുകൊണ്ട് സിനിമകൾ അധികം സംവിധാനം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ ചോദിച്ചു. എന്തുകൊണ്ട് അധികം സിനിമകൾ സംവിധാനം ചെയ്യുന്നില്ല, പിന്നൊന്ന് നിങ്ങൾ സംവിധാനം ചെയ്ത സിനിമയിൽ എന്തുകൊണ്ട് നിങ്ങൾ തന്നെ അഭിനയിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ശ്രീനിവാസൻ പറഞ്ഞത്, ഒരു തിരക്കഥയൊക്കെ എഴുതി കഴിയുമ്പോൾ തന്നെ ഏകദേശം നല്ല പണിയാണത്. അതായത് തലയൊക്കെ പെരുത്ത് ആകെ ഒരു വയ്യാതെയാവുന്നൊരു അവസ്ഥയും. അത്യാവശ്യം ഒരു തിരക്കഥ എഴുതി കഴിയുമ്പോൾ തന്നെ ഒരു സിനിമയുടെ ഒരു ഫുൾ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ ഒരു സംവിധാനം കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാനാണ് അദ്ദേഹം സംവിധാനം ചെയ്യാതിരുന്നത്. പിന്നെ ചില സിനിമകൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് തന്നെ അത് ചെയ്യണം എന്ന് തോന്നി, വേറൊരു സംവിധായകനെക്കാട്ടും കൂടുതൽ എനിക്ക് അതിലോട് വളരെ ഇൻവോൾവ്മെൻറ്റ് തോന്നി. പിന്നെ ആ ഒരു ക്യാരക്ടറിനെ വേറൊരു നടന് പറഞ്ഞ് കൊടുക്കുന്നതിനെക്കാട്ടും ഞാൻ തന്നെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് കുറച്ചും കൂടി നന്നായി ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നിയതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ചിന്താവിഷ്ടയ ശ്യാമള എന്ന് പറയുന്ന സിനിമയുടെ കഥ. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിച്ച കഥയാണ് എന്ന്. അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോഴും നമ്മളൊക്കെ ടി വിയിൽ വന്നാലും യൂട്യൂബിലൊക്കെ അതിൻ്റെ സീൻസൊക്കെ നമ്മൾ കാണുന്നതാണ്. കാരണം നമുക്കറിയാം ആ സിനിമയുടെ ഒരുപാട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ഇരുട്ടാണ്. ആ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം ആദ്യം തിയേറ്ററിൽ കാണുമ്പോൾ ആൾക്കാർ വിചാരിച്ചു തിയേറ്ററിന് എന്തോ പ്രശ്നമുണ്ട്, കാരണം ഒരു കൂവൽ പോലെ വന്നിരുന്നു. കാരണം ഡയലോഗ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട്, പക്ഷേ ഒരു ഇരുട്ടാണ്. പിന്നെയാണ് മനസ്സിലാവുന്നത് ഒരു കറണ്ട് പോയതും ഒരു പൂച്ച അടുക്കളയിൽ പാത്രം തട്ടിക്കളയതും അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ സിനിമ എന്താ പറയുക നമ്മൾ കണ്ടു തുടങ്ങുന്നത്, ഒരു വിഷ്വൽ കണ്ടു തുടങ്ങുന്നത്. പിന്നെ നമുക്കറിയാം അതിൽ മീൻ വാങ്ങാൻ പോയി എന്ന് പറയുന്ന വിജയ് മാഷ് മീൻ വാങ്ങാൻ പോയിട്ട് കുറച്ച് ദിവസമായി എന്നൊക്കെ പറയുന്നതും, അതായത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ നടക്കുന്ന നമുക്ക് ആ സിനിമയുടെ കഥയൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു സിനിമ ശ്രീനിവാസൻ തന്നെ ചെയ്യാം. കാരണം ഇതൊരു ഇമേജ് ഇല്ലാത്ത, അതായത് നമുക്കൊരു സൂപ്പർ സ്റ്റാറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഏക്കില്ല. നമുക്കറിയാം ശ്രീനിവാസൻ്റെ ക്യാരക്ടർ ശ്രീനിവാസൻ തന്നെ ചെയ്യുമ്പോൾ അതിൽ കുറേ ഹ്യൂമറൊക്കെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ കുറേ ആക്ഷേപങ്ങൾ ആഡ് ചെയ്ത് സ്വയം കളിയാക്കുന്ന രീതിയിലൊക്കെയാണ് ശ്രീനിവാസൻ ചെയ്യാറുള്ളത്. അതിപ്പോൾ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയിലും സരോജ് കുമാർ ആയാലൊക്കെ അതൊരു സൂപ്പർ സ്റ്റാർ ചെയ്തതിന് ചിലപ്പോൾ അത് സ്വീകരിക്കാൻ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ചിന്താവിഷ്ടയ ശ്യാമളയുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് നമുക്കറിയാം ചിന്താവിഷ്ടയ സീത എന്ന് പറയുന്ന ആ ഒരു ഇതെന്നാണ് അദ്ദേഹത്തിന് ചിന്താവിഷ്ടയ ശ്യാമള എന്ന് പറഞ്ഞ ടൈറ്റിലൊക്കെ കിട്ടിയത്. അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ ഇവിടെ വായിച്ചിട്ടുണ്ട്, 2 പെൺകുട്ടികളുടെ അച്ഛൻ എന്നാണ് ശ്രീനിവാസൻ ആ സിനിമയ്ക്ക് ആദ്യം പേരിട്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് സത്യൻ അന്തിക്കാട് ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് 2 പെൺകുട്ടികളുടെ അച്ഛൻ എന്ന് പേരിടാൻ പോയപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഞാൻ ഇടാൻ വെച്ചിരിക്കുന്ന ഒരു പേരാണ് എന്നും പറഞ്ഞിട്ടാണ് സത്യൻ അന്തിക്കാട് ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്നാക്കിയതും. ശ്രീനിവാസൻ പക്ഷേ പിന്നീട് പേര് മാറ്റി ചിന്താവിഷ്ടേഷം എന്ന് പറയുന്നത് 2 കുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛൻ്റെ കഥയാണ്. ഇത് ശരിക്കും അമ്മയുടെ കഥയാണ്, ശ്യാമളയുടെ കഥയാണ്. അതുകൊണ്ടായിരിക്കാം ശ്രീനിവാസൻ ചിലപ്പോൾ അത് ചിന്താവിഷ്ടയ ശ്യാമള എന്ന പേര് മാറ്റിയത്. പിന്നെ ഇതിൽ നായികയെ കണ്ടെത്തിയത് സംഗീത എന്ന് പറഞ്ഞ നായിക അധികം വന്ന് മലയാളികൾക്ക് പരിചയമല്ല. അവർ തമിഴിൽ അഭിനയിക്കുന്നുണ്ട്, മലയാളത്തിൽ അഭിനയിക്കുന്നുണ്ട്, അനിയമ്പാവ് ചേട്ടമ്പാവിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത്ര പരിചിതമല്ല മലയാളികൾക്ക്. ആ സമയത്താണ് ശ്രീനിവാസൻ ചന്ദ്രലേഖ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്താണ് മോഹൻലാൽ ഇങ്ങനെ ചോദിച്ചു, മോഹൻലാൽ ഈ കഥ അറിയാം ശ്രീനിവാസൻ്റെ ചിന്താവിഷ്ടയ ശ്യാമളയുടെ. അപ്പോൾ ചോദിച്ചു നിങ്ങൾ എങ്ങനെ കാര്യങ്ങളൊക്കെ നായികനൊക്കെ ഫിക്സ് ആയെന്ന് ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു നായികയൊന്നും റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ പറഞ്ഞു ഇതൊരു സ്ഥിരം ഒരു നായിക വേണ്ട, പ്രത്യേകിച്ച് ഒരു കണ്ടാൽ ഒരു സിനിമ നടിയുടെ ലുക്കുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു മലയാളികൾക്ക് ഒരു ഭയങ്കര ഒരു ആരാധനയുള്ള ഒരു നായിക, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു നായിക വേണ്ട, അത്ര പരിചിതമല്ലാത്ത നായിക മതി എന്ന് പറഞ്ഞാൽ മോഹൻലാൽ സജഷനായിരുന്നു സംഗീത എന്ന് പറയുന്ന നായികനെ. മോഹൻലാൽ തമിഴിൽ അത്യാവശ്യം സിനിമകൾ ചെയ്യുന്നുണ്ട്, മലയാളത്തിലുണ്ട്, പക്ഷെ അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ ശ്രീനിവാസൻ അഭിനയിച്ച ഒരു തമിഴ് സിനിമയിലും സംഗീത അഭിനയിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. ശ്രീനിവാസൻ ഒരു തമിഴ് സിനിമയിൽ ആ സമയത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ തോന്നിയത് ആപ്റ്റാന്ന് പറഞ്ഞിട്ടാണ് സംഗീതനെ കൊണ്ടുവന്ന് ആ സിനിമയിൽ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം സംഗീതയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നെ ആ മികച്ച ജനപ്രീതി നേടിയ സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടി. നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് ആ വർഷം കിട്ടി. അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയതാണ്. അതിൻ്റെ ഏഷ്യാനെറ്റ്
ഫിലിം അവാർഡ്. ആ വർഷത്തെ ആദ്യമായിട്ടാണ് ഏഷ്യാനെറ്റ് ഒരു ഫിലിം അവാർഡ്സിലേക്ക് കിടക്കുന്നത്. ആ വർഷം ബെസ്റ്റ് സിനിമയും ബെസ്റ്റ് സംവിധായകനും ശ്രീനിവാസനായിരുന്നു. മികച്ച നടനെന്ന് ജയറാമായിരുന്നു. സ്നേഹം എന്ന് പറയുന്ന സിനിമയ്ക്ക് ജയറാമിനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ശ്രീനിവാസനാണെന്ന് മികച്ച സംവിധായകനും സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയത്. പിന്നെ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ശ്രീനിവാസൻ പറഞ്ഞ ശബരിമല, നമുക്കറിയാം ആ സിനിമയിൽ ഇങ്ങനെ മദ്യപാനം നിർത്താൻ വേണ്ടി ശബരിമലയ്ക്ക് വ്രതം, അത് മലയാളികളുടെ ഒരു പൊതു ശീലമാണല്ലോ. ശബരിമലയ്ക്ക് വ്രതം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കള്ളു കുടിക്കില്ല എന്ന് പറഞ്ഞ് വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് ഒരുപാട് പേരെ അങ്ങനെ വ്രതം എടുപ്പിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും ശ്രീനിവാസൻ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ശ്രീനിവാസൻ പറഞ്ഞ ശബരിമലയിൽ പോകുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ പൊതുവെ വിശ്വാസിയല്ല, ദൈവവിശ്വാസിയല്ല, അങ്ങനെ അമ്പലത്തിലൊന്നും പോകാറില്ല. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസുകാർ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാർ ഷൂട്ടിങ്ങിനെല്ലാം സഹായമൊക്കെ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു തൊഴാൻ പോകണ്ടേ എന്ന് വെച്ചപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഞാൻ അങ്ങനെ തൊഴുന്നില്ല. അപ്പോൾ ശ്രീനിവാസൻ അങ്ങനെ ഭക്തി ഇല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞില്ല. ശ്രീനിവാസൻ പറഞ്ഞു ഞാനിത് ഒരു വെപ്പ് താടിയാണ്, ഞാൻ വ്രതമൊന്നും എടുത്തിട്ട്. അപ്പോൾ വ്രതം എടുക്കുന്ന ആളുകളുടെ ഇടയിൽ ഞാനിങ്ങനെ ഒരു വ്രതമൊന്നും എടുക്കാത്ത ഒരാൾ എന്ന് പറഞ്ഞു അയ്യപ്പൻ അതൊക്കെ അറിയാമെന്ന്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ, അദ്ദേഹം വ്രതത്തിലേക്കാണ്, താടിയൊക്കെ വളർത്തിയാണ്. അപ്പോൾ അദ്ദേഹം ശ്രീനിവാസൻ നിർബന്ധിച്ചുകൊണ്ട്, ശ്രീനിവാസൻ പറയുന്ന വ്രതമൊക്കെ എടുത്ത് മണിക്കൂറുകൾ ക്യൂ നിന്ന് കാണുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ദർശനത്തിന് സമയം അനുവദിച്ചുള്ളൂ. അവരെ മാറ്റി നിർത്തി വ്രതമൊന്നും എടുക്കാതെ വിശ്വാസമില്ലാത്ത എന്നെ അവിടെ നിർത്തി ഇഷ്ടംപോലെ തൊഴുതോളോ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തമാശ രൂപേണൊക്കെ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സിനിമയിലെ ആർട്ടിസ്റ്റുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇന്നസെൻ്റ് ഉണ്ട്, തിലകനുണ്ട്, സിദ്ദിഖിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിദ്ദിഖ് അതുവരെ കുറേ നായകനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ട് പിന്നെ സിദ്ദിഖിൻ്റെ ചില പേഴ്സണൽ ഇഷ്യൂസ് കാരണം സിനിമയിൽ നിന്ന് മാറി പിന്നെ തിരിച്ച് ഒരു 98-ൽ സിദ്ദിഖ് വന്ന ശേഷം കുറച്ച് ആക്റ്റീവായി ക്യാരക്ടർ റോളുകൾ തുടങ്ങിയ ഒരു സിനിമയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം പ്രത്യേകിച്ച് സിദ്ദിഖിൻ്റെ ലുക്ക്, എനിക്കൊരു അതുവരെ സിദ്ദിഖൊക്കെ വിഗ് വെച്ചിട്ടാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ അതായത് 90കളിൽ മുതൽ സിദ്ദിഖ് പറയുകയാണെങ്കിൽ വിഗ് വെച്ചിട്ട് തന്നെയാണ് കൂടുതൽ അഭിനയിച്ചത്. വിഗ് ഇല്ലാതെ സിദ്ദിഖ് അഭിനയിച്ച് തുടങ്ങിയ ഒരു സിനിമയും കൂടിയാണ് ചിന്താവിഷ്ട ശ്യാമള. പിന്നെ ഈ സിനിമ കുറേ ഭാഷകളിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്, റീമേക്ക് ചെയ്തിട്ടുണ്ട്. കന്നഡയിൽ പ്രകാശ് രാജാണ് ആ റോള് ചെയ്തിട്ടുള്ളത്, രമ്യ കൃഷ്ണനായിരുന്നു ഒരു നായികയായിട്ട്. തമിഴിൽ തങ്കർ ബച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടനും സംവിധായകനുണ്ട്. അദ്ദേഹം പള്ളിക്കുടം എന്ന് പറഞ്ഞ് നമ്മുടെ മലയാളിയായ നരേന നായകനാക്കി ഒരു സിനിമയൊക്കെ ചെയ്ത് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള സംവിധായകനാണ്. അദ്ദേഹമാണ് ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. നവ്യ നായരാണ് അതിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. തമിഴിൽ ആ സിനിമ അത്യാവശ്യം വിജയമായിരുന്നു. അപ്പോൾ എന്തായാലും ശ്രീനിവാസൻ്റെ സിനിമകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമുക്ക് എന്നും ഓർമ്മിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ്. അപ്പോൾ ഇതുപോലെ രസകരമായിട്ടുള്ള കുറച്ച് ഇൻസിഡൻസും ഈ ഒരു സിനിമയുടെ എന്താ പറയുക ഇതിൻ്റെ ഒരു എഴുത്ത് പ്രോസസ്സായാലും ഇതിൻ്റെ ഷൂട്ടിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും ഒക്കെ ശ്രീനിവാസൻ തന്നെ പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമ ഇറങ്ങിയ ശേഷം ശ്രീനിവാസൻ പറയും എവിടെ പോയാലും ആൾക്കാർ പറയും ഞാൻ ആ സിനിമ 9 വർഷം കണ്ടു, 10 വർഷം, സ്ത്രീകൾ ഒരുപാട് അംഗീകരിച്ച സിനിമയാണ്. നമുക്ക് ഇന്നിപ്പോൾ ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമകളെന്നൊക്കെ നമുക്ക് പറയുമ്പോൾ ചിന്താവിഷ്ട ഒരു ശ്യാമളയൊക്കെ ആയിരുന്നു ശരിക്കുള്ളൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് നമുക്ക് പറയാം. അന്നത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നായികയുടെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സൊക്കെ ശ്രീനിവാസനൊക്കെ നമുക്കെന്നും ശ്രീനിവാസനെ ആ കാര്യത്തിലൊക്കെ എന്താ പറയുക നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ചിന്താവിഷ്ട ശ്യാമള നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ സീൻ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ നമ്മളോടൊന്ന് ഷെയർ ചെയ്യാം.